ഹായ് ഫ്രണ്ട്സ്, ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് വെച്ചാൽ KFC ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സൂപ്പറായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ KFC ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. തുടങ്ങാൻ പോവാണ്. നമ്മൾ ആദ്യം തന്നെ കേടാണിത്, നമ്മൾ കട്ടിത്തേരാണ്. നമ്മളിതില്ലെങ്കിൽ നമുക്ക് ബട്ടർ മിൽക്ക് എടുത്താലും മതിയാവും. കേടിൻ്റെ അകത്തിട്ട് ചിക്കൻ നന്നായിട്ട് മുക്കി വെക്കണം. ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കണം. 4 ലിറ്റർ കേടാണ് എടുത്തേക്കുന്നത്, 2 കിലോ ചിക്കനുമാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് എടുക്കുക. ഇനി 4 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മളിതിനും കവർ ചെയ്തിട്ട് വേണം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഫ്രീസറിൽ. നമ്മൾ KFC ചിക്കനുള്ള മസാല റെഡിയാക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നാരങ്ങ നീര് പിടിക്കണം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1/2 സ്പൂൺ റെഡ് ചില്ലി, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം. ഇനി നമുക്ക് ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഒരു 1.5 സ്പൂൺ ഗരം മസാല ചേർക്കണം. നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം. നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടിയാണ് മെയിൻ കണ്ടൻറ്റ്. 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കണം. ഇത് ചേർക്കേണ്ട കേട് ചേർക്കണം. തൈര്, കട്ടിത്തൈരാണ്, 3 സ്പൂൺ തൈര് ചേർക്കണം. 1 കപ്പ് മൈദ കൂടി ആഡ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇച്ചിരി തൈരോട് ആഡ് ചെയ്ത് കൊടുക്കുക. ജ്യൂസ് ആവാൻ വേണ്ടിയാണ്. നന്നായിട്ട് മീഡിയം ടൈപ്പിൽ യൂസ് ചെയ്ത് എടുക്കുക. ഓക്കെ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കൻ എടുക്കാം. നമ്മൾ 4 മണിക്കൂറായി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് സംഭവം എടുത്തു. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് എല്ലാം എടുക്കാവുള്ളൂ. കുറച്ച് ഐസൊക്കെ വിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കാവുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചിക്കൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ തൈരിലിട്ട് വയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ തൈരിൽ നിന്ന് എടുത്ത് മാറ്റുവാണ്. വെറുതെ ഭയങ്കര കാശ് മുടക്കി നമ്മൾ KFC പോയി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. ഇനി നമുക്ക് നമ്മുടെ മസാല വെക്കും. മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചിക്കനായിട്ട്. സ്കിന്നോട് കൂടിയ ചിക്കനും യൂസ് ചെയ്യാം കേട്ടോ. നല്ല മസാല എല്ലാം പറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അടുപ്പെല്ലാം ചൂടാക്കി നല്ല ഇരുമ്പ് ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇരുമ്പ് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്രെഡ് ചേർക്കാൻ പോവാണ്. ബ്രെഡിൻ്റെ നന്നായിട്ട് പൊടിക്കുക. ഞാൻ 3 കഷ്ണം ബ്രെഡാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് പൊടിച്ച ശേഷം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് പൊടിച്ച ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബ്രെഡെല്ലാം നന്നായിട്ട് തേച്ചു. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളിനി തുടങ്ങാൻ പോവാണ്. ലെഗ് പീസാണ് ഫസ്റ്റിൽ തന്നെ ഇടാൻ പോകുന്നത്. ലെഗ് പീസ് എടുക്കുക. എഗ്ഗിൽ മിക്സ് ചെയ്യണം. 3 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെയ്ത ശേഷം നമ്മൾ കോൺഫ്ലവറിൻ്റെ വൈറ്റ് പൗഡറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടെ മുട്ടയിൽ മുക്കണം. ശേഷം വീണ്ടും എടുത്ത് ഒന്നുകൂടെ കോൺഫ്ലവറിലിട്ട് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കൈ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം വെളിച്ചെണ്ണയിൽ മുക്കി കൊടുക്കുക. നമുക്ക് ഓരോ സമയം 3 പീസ് വരെ ഇടാം. നമ്മളടുത്ത പീസ് ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ്. മുട്ടയിൽ മുക്കുന്നു, എന്നിട്ട് മുക്കുന്നു. നമ്മുടെ കോൺഫ്ലവറിൽ മുക്കിയെടുക്കുന്നു. വീണ്ടും ഒന്നോടെ മുട്ടയിൽ മുക്കുന്നു. വീണ്ടും കോൺഫ്ലവറിൽ നന്നായിട്ട് മുക്കിയെടുക്കുന്നു. കുറയുന്നു. മീഡിയം ഫ്ലെയിമിൽ ആട്ടോ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ചെയ്യാൻ. 2 പ്രാവശ്യം മുക്കണമെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ടാണ് 2 പ്രാവശ്യം മുക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരുപോലെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. ഹാഫ് ബോയിലിൽ വേവണം. അധികം മസാല ഒന്നും ആവശ്യമില്ല ഇതുണ്ടാക്കാൻ. ആർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നൊരു ഐറ്റമാണ്. KFC ചിക്കൻ അടിപൊളിയായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു. 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് എണ്ണ വാർന്നു പോകണം. കുറച്ച് നേരം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയായിട്ടുണ്ട്. എണ്ണ ഒന്ന് വാർന്നു പോകണം. നല്ല ബ്രൗൺ, അത്യാവശ്യം നല്ല ബ്രൗൺ കളറാകുമ്പോൾ മാത്രമാണ് നമ്മൾ വാങ്ങുള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ 20 മിനിറ്റ് ബോയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാവുള്ളൂ. അടുത്ത റൗണ്ട് ഇടാം. മുട്ടയിൽ നന്നായിട്ട് മുക്കണം. അങ്ങനെ മുക്കിയ ശേഷം കുറച്ച് വെള്ളം വാർന്നു പോകുന്ന സെറ്റപ്പിൽ നമ്മൾ പൊടിയിലിടുക. ഒന്നുകൂടെ മുക്കി കൊടുക്കുക മുട്ടയിൽ.
നല്ല കോട്ടിങ് ഉണ്ടായാലാണ് ഉള്ളിലോട്ട് നല്ല നമ്മുടെ കുക്കറിലിട്ട് വേവിക്കുന്ന പോലെ തന്നെ ഉള്ളിലോട്ട് നല്ല ആവി കയറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് മുട്ടയിൽ മുക്കി നല്ല സൂപ്പർ കോട്ടിങ് ആക്കണം. ജസ്റ്റ് ഒന്ന് കുടയുക, അപ്പോൾ പുറത്തുള്ള പൊടിയെല്ലാം പൊക്കോളും. തയ്യാറായി കഴിഞ്ഞു. എണ്ണയിലിട്ടിടാം. ഓയിൽ നല്ല ചൂടായിട്ടിട്ട് ഇടാവുള്ളൂ. അവിടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ടൊമാറ്റോ സോസാണ് അതിൻ്റെ കൂടെ എടുത്തേക്കണേ. ടൊമാറ്റോ സോസിൽ ചെറുതായിട്ട് മുക്കുക, ഇട്ടിട്ട് നല്ല ചൂടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ സൂക്ഷിച്ച് നോക്കിയോളൂ. നമുക്കൊരു പ്രഷർ കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാ എണ്ണച്ചട്ടിയിലിട്ട് ഉണ്ടാക്കാവുന്ന സിമ്പിളായിട്ടൊരു ഐറ്റമാണ്. വെറുതെ ആവശ്യമില്ലാണ്ട് കാശൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് KFC ചിക്കൻ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.